ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചാപ്റ്റർ 8 ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അതിൻ്റെ പാർട്ട് 5 ആണ് ഈ ക്ലാസ്. അപ്പോൾ നമ്മൾ പാർട്ട് 4 എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസുകളെ കുറിച്ച് പഠിച്ചു, അതേപോലെ ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചും പഠിച്ചു. അപ്പോൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എന്ന് പറയുന്നത് നമ്മളൊരു 7 ഡിവൈസസിനെ കുറിച്ച് പഠിച്ചായിരുന്നു. NIC, ഹബ്ബ്, സ്വിച്ച്, റിപ്പീറ്റർ, ബ്രിഡ്ജ്, റൂട്ടർ ആൻഡ് ഗേറ്റ് വേ. അതേപോലെ ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ് നമ്മൾ 2 പഠിച്ചു, മോഡം ആൻഡ് മൾട്ടിപ്ലെക്സർ. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവുകയാണ്. നമ്മളിനി അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് നെറ്റ്വർക്ക് ടോപ്പോളജീസ് ആണ്. ഓക്കെ, ദെൻ നെറ്റ്വർക്ക് ടോപ്പോളജീസ്. ദെൻ topologies means the way of connecting computers to form a network. ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അതിൻ്റെ ആദ്യം ഡെഫിനേഷൻ പറയുന്നത്. ടോപ്പോളജി മീൻസ് ദ വേ ഓഫ് കണക്റ്റിംഗ് കമ്പ്യൂട്ടേഴ്സ് ടു ഫോം എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുന്ന ഒരു വേ, ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ആ മെത്തേഡ്സിന് പറയുന്ന പേരാണ് ടോപ്പോളജീസ് എന്ന് പറയുക. ഓക്കെ, കോമൺലി യൂസ്ഡ് ടോപ്പോളജീസ് ആർ ബസ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി ആൻഡ് മെഷ് ടോപ്പോളജി. 4 ടൈപ്പ് ടോപ്പോളജീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ബസ്, സെക്കൻഡ് വൺ സ്റ്റാർ, തേർഡ് വൺ റിംഗ്, ഫോർത്ത് വൺ മെഷ്. അപ്പോൾ ഈ 4 ടോപ്പോളജികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോവുക. അപ്പോൾ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യുമ്പം അത് എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഫോമിലാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ടോപ്പോളജിക്കകത്ത് പറയുന്നത്. ഓക്കെ, ദെൻ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജിക്കകത്ത് പറയുന്നത് ഇതാണ് ബസ് ടോപ്പോളജി. ഇൻ ബസ് ടോപ്പോളജി ഓൾ നോഡ്സ് ആർ കണക്റ്റഡ് ടു എ മെയിൻ കേബിൾ കോൾഡ് ബസ്. അപ്പോൾ ബസ് ടോപ്പോളജിക്കകത്ത് എല്ലാ നോഡുകളും, അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ ഡിവൈസുകളും നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു കേബിളിലോട്ട് കണക്ട് ചെയ്യുന്നു. ആ കേബിളിന് പറയുന്ന പേരാണ് എന്ത്? ബസ് എന്ന് പറയുന്നത്. ഈച്ച് നോഡ് ട്രാൻസ്മിറ്റ്സ് ദ മെസ്സേജ് ത്രൂ ദ ബസ് ആൻഡ് അതർ ചെക്സ് ദ ബസ്. ഓരോ നോഡും, നമ്മൾക്ക് ആ ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഓരോ നോഡും അല്ലെങ്കിൽ ഓരോ ഡിവൈസും അവർക്ക് വേറൊരു ഡിവൈസിലോട്ട് അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെസ്സേജ് ആദ്യം ഈ ബസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ ബസ്സിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ദെൻ ബാക്കിയുള്ള നോഡുകളെല്ലാം ഈ ബസ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് വരിക. ഈച്ച് നോഡ് ട്രാൻസ്മിറ്റ് ദ മെസ്സേജ് ത്രൂ ദ ബസ് ആൻഡ് അതേഴ്സ് ചെക്ക് ദ ബസ്. All nodes checks the bus and only the node for which data is addressed accept it. എല്ലാ നോഡും ഈ ബസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ബസ് എന്ന് പറഞ്ഞാൽ ഒരു കേബിളാണെന്ന് പറഞ്ഞു. ആ കേബിളിൽ ഡാറ്റ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഡാറ്റ പാക്കറ്റ് വന്നിട്ടുണ്ടോ എന്ന് ഈ നോഡുകൾ, ആ നെറ്റ്വർക്കിനകത്തുള്ള നോഡ്സ് എല്ലാം ഏത് സമയവും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഡാറ്റ പാക്കറ്റ് അവിടെ വന്നിട്ടുണ്ട് എങ്കിൽ ആ ഡാറ്റ പാക്കറ്റിനകത്തുള്ള ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്, അല്ലെങ്കിൽ അത് ഏത് നോഡിലോട്ടാണോ ആ ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്തേക്കുന്നത്, ആ ഒരു നോഡ് മാത്രം ആ ഒരു ഡാറ്റ പാക്കറ്റിനെ ആക്സെപ്റ്റ് ചെയ്യും. ബാക്കിയുള്ള നോഡുകളെല്ലാം അത് റിജക്റ്റ് ചെയ്യും. There is a terminator at both ends and these discards the signals to avoid traffic. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ താഴെ കാണുന്നത് ഇതാണ് നമുക്കൊരു ബസ് ടോപ്പോളജിയുടെ ഫോർമാറ്റ് എന്ന് പറയുക. ഇതാ ഈ നടുക്ക് ഈ കാണുന്ന ഈ ഒരു ലൈനാണ് ബസ് എന്ന് പറയുക. അപ്പോൾ ഈ ബസ്സിൻ്റെ 2 എൻഡിലും ഈ കാണുന്നതാണ് ടെർമിനേറ്റർ എന്ന് പറയുക. അത് ഈ ബസ്സിലോട്ട് കണക്ട് ചെയ്തേക്കുന്ന ഓരോ കമ്പ്യൂട്ടറിനെയും, അത് കമ്പ്യൂട്ടർ ആവാം, സ്കാനർ ഉണ്ടെങ്കിൽ സ്കാനർ ആവാം, പ്രിൻ്റർ ഉണ്ടെങ്കിൽ പ്രിൻ്റർ ആവാം, ഓരോ നോഡും എന്ത് ഡിവൈസ് ആണെങ്കിലും ആ ഓരോ നോഡിനെയുമാണ് ഓരോന്നിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുക. അപ്പോൾ ഈ ബസ് ടോപ്പോളജിയിലെ ഈ മെയിനായിട്ടുള്ള ഈ ഒരു കേബിള്, അല്ലെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ കൂടി കാണുന്ന ഈ ഒരു കേബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബസ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ 2 എൻഡിലും ഓരോ ടെർമിനേറ്റേഴ്സും ഉണ്ട്. ഓക്കെ, ദെൻ there is a terminator at both ends and these discards the signals to avoid traffic. അതായത് ഒരു ബസ് ടോപ്പോളജിയിൽ ഒരു നോഡ് ഈ ഒരു ബസ്സിലോട്ട് ഒരു മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്താൽ ആ മെസ്സേജ് ഈ ബസ്സിൽ കൂടി 2 ഡയറക്ഷനിലും പാസ് ചെയ്യും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ഈ ഒരു ഡയറക്ഷനിലോട്ട് പോകും, ഒരു കോപ്പി റൈറ്റ് ഡയറക്ഷനിലോട്ട് പോകും. ദെൻ അത് പാസ് ചെയ്ത് പോകുമ്പം അവിടെയുള്ള ആ പാസ് ചെയ്ത് പോകുന്ന ഭാഗത്തുള്ള നോഡുകളെല്ലാം ആ ഡാറ്റ പാക്കറ്റ് അവർക്കുള്ളതാണെന്ന് ചെക്ക് ചെയ്യും.
അവർക്കുള്ളതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ദെൻ എന്തായാലും അത് പാസ് ചെയ്ത് എവിടെ എത്തും? ഈ ബസ്സിൻ്റെ എൻഡിലെത്തും. ഇവിടെയും എത്തും, ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെയും എത്തും. അപ്പോൾ ഈ എൻഡിലെത്തുന്ന ആ ഒരു ഡാറ്റ പാക്കറ്റ് ആ ടെർമിനേറ്റേഴ്സ് ഡിസ്കാർഡ് ചെയ്യും. അതായത് ആ ബസ്സിൽ നിന്ന് ആ ടെർമിനേറ്റേഴ്സ് ആ ഡാറ്റ പാക്കറ്റിനെ നീക്കം ചെയ്യും. അങ്ങനെ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ആർക്കും അത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ട്രാഫിക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നോഡ് ആ ഒരു ഡാറ്റ പാക്കറ്റ് ബസ്സിലോട്ട് വിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ എൻഡിലെത്തി കഴിയുമ്പോൾ അത് ടെർമിനേറ്റ് ചെയ്ത് കളയണം. ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ആ ബസ്സിലേക്ക് വേറൊരാൾക്ക് വേറൊരു മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റില്ല. അതായത് ടെർമിനേറ്റേഴ്സ് ആ ഒരു ഡാറ്റ പാക്കറ്റിനെ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ വേറൊരു നോഡിന് വേറൊരു മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ട്രാഫിക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെർമിനേറ്റേഴ്സാണ് ഈ ബസ്സിൽ വരുന്ന ഡാറ്റ പാക്കറ്റ്സിനെ അവസാനം ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, ദ പ്രോസസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഡാറ്റ ഫ്രം വൺ നോഡ് ടു ഓൾ അതർ നോഡ് ഈസ് കോൾഡ് ബ്രോഡ്കാസ്റ്റിംഗ്. അതായത് ഒരു നെറ്റ്വർക്കിനകത്ത് ഒരു നോഡ് ബാക്കിയുള്ള എല്ലാ നോഡിലേക്കും ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ നോഡിൻ്റെയും അഡ്രസ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുക. അതായത് നമുക്കറിയാം, നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതായത് ഒരു സോഴ്സിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ സോഴ്സിലോട്ടും അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലോട്ടും അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ നോഡിലോട്ടും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഇതാണ്, ഈ ഒരു ഫിഗറാണ് ശരിക്കും നമ്മൾക്ക് ഒരു ബസ് ടോപ്പോളജി എന്താണെന്ന് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് എഴുതുമ്പം മെയിനായിട്ടും ഈ ഫിഗർ ഒന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഫിഗർ വരച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു മാർക്ക് അവിടെ വീഴും. അപ്പോൾ ഈ ഫിഗർ ശരിക്കും നിങ്ങൾ പഠിച്ച് അത് അതിൻ്റെ അകത്തുള്ള നോഡ് എന്താണ്, ബസ് എന്താണ്, ടെർമിനേറ്റർ എന്താണെന്നൊക്കെ നിങ്ങളത് മാർക്ക് ചെയ്യാൻ വേണം. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ ശരിക്കും അത് പഠിച്ചെടുക്കുക. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജ്, ബസ് ടോപ്പോളജിയുടെ അഡ്വാൻറ്റേജ് ആണ് പറയുക. ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് എക്സ്റ്റെൻഡ്. ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു ബസ് ടോപ്പോളജി നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഈസിയാണ്. എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബസ് ടോപ്പോളജി, ഈ ഒരു നെറ്റ്വർക്കിലോട്ട് ബസ് ടോപ്പോളജി യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു നെറ്റ്വർക്കിലോട്ട് പുതിയൊരു നോഡ് അല്ലെങ്കിൽ പുതിയൊരു ഡിവൈസ് ആഡ് ചെയ്യാനായിട്ട് ഈസിയാണ്. ദെൻ സെക്കൻഡ് വൺ, റിക്വയർസ് ലെസ് കേബിൾ, സോ ലെസ് എക്സ്പെൻസീവ്. ഇതൊരു ബസ് ടോപ്പോളജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കേബിളുകൾ മതി, അതുകൊണ്ട് അത് എക്സ്പെൻസീവ് കുറവായിരിക്കും, അതിന് കോസ്റ്റ് കുറവായിരിക്കും. ദെൻ തേർഡ് വൺ, സിമ്പിൾ ആൻഡ് റിലയബിൾ. സിമ്പിളാണ്, നമുക്കിത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം, അതേപോലെ നമുക്ക് വിശ്വസിക്കാം. ഈ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വിശ്വസനീയമാണ്, റിലയബിൾ ആണ്. ദെൻ ഫെയിലിയർ ഡസ് നോട്ട് അഫക്റ്റ് നെറ്റ്വർക്ക്. അതായത് ഏതെങ്കിലും ഒരു നോഡ് ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു നോഡ് കേടാവുകയാണ്, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് നെറ്റ്വർക്കിനെ അഫക്റ്റ് ചെയ്യില്ല, ബാക്കിയുള്ള നോഡ് അതിനകത്ത് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഡിസഡ്വാൻറ്റേജ്, ഫെയിലിയർ ഓഫ് ബസ് ഓർ ടെർമിനേറ്റർ ലീഡ്സ് ടു എ ബ്രോക്കൺ ഡൗൺ ഓഫ് എൻറ്റയർ നെറ്റ്വർക്ക്. അതായത് ആദ്യം നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞു ഏതെങ്കിലും ഒരു നോഡ് ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നെറ്റ്വർക്കിന് പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ ബസ്സിനോ ഈ ടെർമിനേറ്ററിനോ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ, ആ ബസ്സോ ടെർമിനേറ്ററോ ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ എൻറ്റയർ നെറ്റ്വർക്ക് അവിടെ ഫെയിലിയർ ആവും, പിന്നെ നമുക്ക് നെറ്റ്വർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ്, ഫോൾട്ട് ഡയഗ്നോസിസ് ഈസ് ഡിഫിക്കൽട്ട്. അതിനകത്ത് എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, എന്തെങ്കിലും ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദെൻ തേർഡ് വൺ, ഹെവി ട്രാഫിക് സ്ലോസ് ദ നെറ്റ്വർക്ക്. ട്രാഫിക് കൂടുതലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു മെസ്സേജ് ബസ്സിലോട്ട് പാസ് ചെയ്താൽ അത് ഡിലീറ്റ് ആവാണ്ട്, അല്ലെങ്കിൽ ടെർമിനേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യാണ്ട് നമുക്ക് പുതിയ വേറൊരു മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് നെറ്റ്വർക്ക് മൊത്തം സ്ലോ ആവാനുള്ള ഒരു കാരണമാണ്, അല്ലെങ്കിൽ ഈ ഒരു ബസ് ടോപ്പോളജിയിൽ നെറ്റ്വർക്ക് സ്ലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ദെൻ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം ശരിക്കും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പോളജി എന്ന് പറയുന്നത് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്, സ്റ്റാർ എന്താണെന്ന് നമുക്കറിയാം. ദെൻ ഇതാണ് സ്റ്റാർ ടോപ്പോളജിയുടെ, താഴെ കാണുന്നതാണ് സ്റ്റാർ ടോപ്പോളജിയുടെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. അതിൻ്റെ സെൻറ്ററിൽ സ്വിച്ചോ അല്ലെങ്കിൽ ഹബ്ബ് അല്ലെങ്കിൽ ഒരു സെർവർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ ഉള്ളൊരു ഡിവൈസ് അതിൻ്റെ സെൻറ്ററിലുണ്ടാവും. ബാക്കിയുള്ള നോഡുകളെല്ലാം ആ സെൻറ്ററിലുള്ള ആ ഒരു ഹബിലോട്ടോ അല്ലെങ്കിൽ സ്വിച്ചിലോട്ടോ അല്ലെങ്കിൽ സെർവറിലോട്ടോ ആണ് കണക്ട് ചെയ്യുക. ഈ ഫോമിൽ നമ്മളൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുക.
In star topology, all the nodes are connected to a single component, a server, hub or switch. ഈ സ്റ്റാർ ടോപ്പോളജിക്കകത്ത് എല്ലാ നോഡുകളും ഒരു സിംഗിൾ കമ്പോണൻറ്റിലോട്ട്, ആ സിംഗിൾ കമ്പോണൻ്റ് എന്ന് പറയുന്ന ഒരു സെർവർ ആവാം, ഒരു ഹബ് ആവാം, ഒരു സ്വിച്ച് ആവാം. ഹബ് എന്താണ്, സ്വിച്ച് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സെർവർ എന്താണ് നമ്മൾ പിന്നീട് പഠിക്കാൻ വരുന്നുണ്ട്. സെർവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തിലോട്ട്, സെർവർ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ആയിരിക്കും. ആ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള നോഡുകളെ അല്ലെങ്കിൽ ബാക്കിയുള്ള കമ്പ്യൂട്ടറുകളെ നമ്മൾ ക്ലയൻറ്റ് എന്നാണ് പറയുക. അപ്പോൾ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് ആ ക്ലയൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ് നമ്മൾ സെർവർ. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം, സെർവർ എന്ന് പറയാം. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് സ്റ്റാർ ടോപ്പോളജിയിൽ എൻ്റെ സെൻറ്ററിൽ അല്ലെങ്കിൽ അതിനകത്തുള്ള എല്ലാ നോഡുകളും കണക്ട് ചെയ്തേക്കുന്നത് ഒരു സെർവറിലോട്ടോ അല്ലെങ്കിൽ ഒരു ഹബിലോട്ടോ അല്ലെങ്കിൽ ഒരു സ്വിച്ചിലോട്ടോ ആയിരിക്കും. ഓക്കെ, ഓൾ ദ കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ത്രൂ ദ സെൻറ്റർ ലൊക്കേഷൻ. അതിനകത്ത് ഏതെങ്കിലും ഒരു നോഡിന് വേറൊരു നോഡിലോട്ട് നമുക്ക് മെസ്സേജ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ സെർവറിലോട്ട് അല്ലെങ്കിൽ ഹബിലോട്ട് സ്വിച്ചിലോട്ട് പാസ് ചെയ്യും. അവിടെ നിന്നായിരിക്കും നെക്സ്റ്റ് നോഡിലോട്ട് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ നോഡിലോട്ട് ഡാറ്റ പാസ് ചെയ്യുക. അപ്പോൾ ഓൾ ദ കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ത്രൂ ദ സെൻറ്റർ ലൊക്കേഷൻ. ആ സെൻറ്റർ ലൊക്കേഷൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെൻറ്റർ ലൊക്കേഷൻ വഴിയാണ് എല്ലാ കമ്മ്യൂണിക്കേഷനും അവിടെ നടക്കുക. ഓക്കെ, ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് മോർ എഫിഷ്യൻറ്റ് കമ്പയർഡ് ടു ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജിക്കാളും എഫിഷ്യൻ്റ് ആണ്. ദെൻ സെക്കൻഡ് വൺ, ഈസി ടു ഇൻസ്റ്റാൾ. ഈസി ആയിട്ട് അല്ലെങ്കിൽ ബസ് ടോപ്പോളജിക്കാളും ഈസി ആയിട്ട് നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ തേർഡ് വൺ, ഈസി ടു ഡയഗ്നോസ്റ്റിക് ഫോൾട്ട്. എന്തെങ്കിലും എററോ മിസ്റ്റേക്കോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ദെൻ ഫോർത്ത് വൺ, ഈസി ടു എക്സ്റ്റെൻഡ്. ഈസി ആയിട്ട് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിലേക്ക് കൂടുതൽ നോഡുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഫെയിലിയർ ഓഫ് സെർവർ, ഹബ്, സ്വിച്ച് ലീഡ്സ് ടു ഫെയിലിയർ ഓഫ് എൻ്റയർ നെറ്റ്വർക്ക്. ഇതിൻ്റെ സെൻറ്ററിലുള്ള ഈ ഹബ്ബ്, സ്വിച്ച് അല്ലെങ്കിൽ സെർവറിന് എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ ആ എൻ്റയർ നെറ്റ്വർക്ക് അവിടെ ഫെയിലിയർ ആവും. പിന്നെ നമുക്കവിടെ നെറ്റ്വർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിക്വയർ മോർ കേബിൾ ലെങ്ത് കമ്പയർഡ് ടു ബസ്. ബസ് ടോപ്പോളജി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കേബിൾ ലെങ്ത് കൂടുതലാണ്. അപ്പോൾ അതിന് കോസ്റ്റ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. കുറച്ചും കൂടി കൂടുതൽ കേബിൾ ആവശ്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ കോസ്റ്റ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അതാണ് ഇതിൻ്റെ രണ്ട് ഡിസഡ്വാൻറ്റേജ്. അതേപോലെ ഇതിൻ്റെയും ഈ ബ്ലോക്ക് ഡയഗ്രം നമ്മളൊന്ന് പഠിച്ചിരിക്കണം. അത് വരച്ച് അത് എന്തായാലും നമ്മൾ അതിന് ആൻസർ എഴുതുമ്പോൾ അത് വരയ്ക്കണം. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് റിംഗ് ടോപ്പോളജി. റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ കയ്യിലിടുന്നതാണ് നമ്മൾ റിംഗ്, മോതിരം എന്നൊക്കെ രീതിയിലുള്ളതാണ് റിംഗ്. അപ്പോൾ അതൊരു സർക്കിൾ ഷേപ്പിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റിംഗ് ടോപ്പോളജിയുടെ ഡയഗ്രാം ഈ കാണുന്നതാണ് റിംഗ് ടോപ്പോളജിയുടെ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സർക്കിൾ ഷേപ്പിലാണ് അതിൻ്റെ നോഡ്സ് കണക്ട് ചെയ്തേക്കുന്നത്. ഇൻ റിംഗ് ടോപ്പോളജി ഈച്ച് നോഡ് ഈസ് കണക്റ്റഡ് ടു two adjacent nodes using a cable and the last node is connected to the first and form a circular shape. അപ്പോൾ റിംഗ് ടോപ്പോളജിയിൽ ഓരോ നോഡും അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വേറെ രണ്ട് നോഡുമായിട്ട് കേബിൾ യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും അവസാനത്തെ നോഡ് ഏറ്റവും ആദ്യത്തെ നോഡുമായിട്ടും കണക്ട് ചെയ്ത് ഒരു സർക്കുലാർ ഷേപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നു. അങ്ങനെ ആ ഒരു സർക്കുലാർ ഷേപ്പിൽ നമ്മൾ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നതിന് അല്ലെങ്കിൽ നോഡ്സ് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, റിംഗ് ടോപ്പോളജി എന്ന് പറയുക. ഓക്കെ, ഡാറ്റ ക്യാൻ ട്രാവൽ ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. ഇതിനകത്ത് ഡാറ്റ ട്രാവൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡയറക്ഷനിലായിരിക്കും. അതായത് ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു നോഡിൽ നിന്ന് ഈ ഒരു നോഡിലോട്ട്, അപ്പോൾ അതായത് സാധാരണ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഒരു ഡാറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നാൽ ഈ ഒരു നോഡിൽ നിന്ന് ഈ ഒരു നോഡിലോട്ട് വരും, ഇവിടെ നിന്ന് ഈ നോഡിലോട്ട് വരും, ഇവിടെ നിന്ന് ഈ നോഡിലോട്ട്, ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോഡിൽ നിന്ന് ഈ ഒരു നോഡിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ നോഡും കയറി ഇറങ്ങി അല്ലെങ്കിൽ ആ ഒരു ഫുൾ കേബിളും ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഡാറ്റ പാക്കറ്റ് ഈ നോഡിൽ വരിക. അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ ഡാറ്റ ട്രാവൽ ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ റിംഗ് ടോപ്പോളജിക്കകത്ത് പറയുന്നത്. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിക്വേഴ്സ് ലെസ് കേബിൾ ലെങ്ത്. കുറച്ച് കേബിൾസ് ഇതിനകത്ത് മതി, അതുകൊണ്ട് കോസ്റ്റ് കുറവായിരിക്കും. ദെൻ കോസ്റ്റ് എഫക്റ്റീവ്. കുറച്ച് കേബിൾസ് യൂസ് ചെയ്യുന്ന കാരണം കോസ്റ്റ് എഫക്റ്റീവാണ്, കുറച്ച് കോസ്റ്റ് തന്നെ ഉണ്ടാവുള്ളൂ. ദെൻ ഡിസഡ്വാൻറ്റേജ്, ഇഫ് വൺ ഓഫ് ദ നോഡ് ഈസ് നോട്ട് വർക്കിംഗ് ദ എൻറ്റയർ നെറ്റ്വർക്ക് വിൽ ഫെയിൽ. ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്. അതായത് റിംഗ് ടോപ്പോളജിയുടെ ഡിസഡ്വാൻറ്റേജ് മെയിനായിട്ട് പറയുന്നത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു നോഡ്
ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ ആ നെറ്റ്വർക്ക് കംപ്ലീറ്റ് ഫെയിലിയർ ആവും. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ബസ് ടോപ്പോളജിക്കകത്തും സ്റ്റാർ ടോപ്പോളജിക്കകത്തും പറഞ്ഞത് നോഡുകൾ ഏതെങ്കിലും ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ഫെയിലിയർ ആവില്ല. ബസ് ടോപ്പോളജിയിൽ ആ ബസ്സോ ടെർമിനേറ്ററോ ഫെയിലിയർ ആയാലേ നെറ്റ്വർക്ക് ഫെയിലിയർ ആവുള്ളൂ. അതേപോലെ സ്റ്റാർ ടോപ്പോളജിയിൽ അതിൻ്റെ സെൻട്രൽ പോർഷനിലിരിക്കുന്ന സെർവറോ ഹബ്ബോ സ്വിച്ചോ ഫെയിലിയർ ആയാലാണ് ആ നെറ്റ്വർക്ക് ഫെയിലിയർ ആവുള്ളൂ. പക്ഷേ നമ്മൾ റിംഗ് ടോപ്പോളജിയിൽ ഏതെങ്കിലും ഒരു നോഡ് ഫെയിലിയർ ആയിട്ടുണ്ട് എങ്കിൽ ആ എൻ്റയർ നെറ്റ്വർക്ക് ഫെയിലിയർ ആവും. അതായത് ഈ ഒരു നോഡ് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഡാറ്റ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല. അപ്പോൾ അവിടെ നെറ്റ്വർക്ക് ഫെയിലിയർ ആവും. ദെൻ അഡീഷൻ ഓഫ് നോഡ്സ് ടു നെറ്റ്വർക്ക് ഈസ് ഡിഫിക്കൽട്ട്. ഇപ്പോൾ പുതിയ ഏതെങ്കിലും ഒരു നോഡ് അതിനകത്തേക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ റിംഗ് ടോപ്പോളജിയിൽ പറയുക. ഈ ഒരു റിംഗ് ടോപ്പോളജിയുടെ ഈ ഒരു ഫോം അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഡയഗ്രം അറിയാമായിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് മെഷ് ടോപ്പോളജി. In mesh topology, each node is connected to every other node. ഒരു നെറ്റ്വർക്കിനകത്ത് എത്ര നോഡ്സ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര ഡിവൈസ് ഉണ്ടോ ആ ഒരു നോഡ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ബാക്കിയുള്ള എല്ലാ ഡിവൈസുമായിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ നോഡുമായിട്ടും കണക്ട് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഒരു നോഡ് വേറെ ഒരു നോഡ് മാത്രമായിട്ടുള്ള ഇപ്പോൾ ഒരു 10 നോഡ് ഒരു നെറ്റ്വർക്കിനകത്തുണ്ട് എങ്കിൽ നോഡ് 1 എന്ന് പറയുന്ന നോഡ് ബാക്കിയുള്ള 9 നോഡുമായിട്ടും കണക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ 9 ഡിവൈസുമായിട്ടും ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവും. അങ്ങനെ ചെയ്യുന്നതിനാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുക. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു നോഡ് ബാക്കിയുള്ള 4 നോഡുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ നോഡ് ഇങ്ങോട്ട് കണക്ഷൻ പോയിട്ടുണ്ട്, ഈ നോഡ് ഇങ്ങോട്ട് കണക്ഷൻ പോയിട്ടുണ്ട്, ഈ നോഡിൽ നിന്ന് താഴേക്ക് ഇവിടുന്ന് താഴേക്ക് 2 അതായത് ഈ ഓരോ നോഡും ബാക്കിയുള്ള 4 നോഡുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണക്ഷൻ ഉള്ള ഒരു ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് നെറ്റ്വർക്ക് വിൽ നോട്ട് ഫെയിൽ ഈവൻ ഇഫ് വൺ ഓഫ് ദ നോഡ് ഈസ് ഫെയിൽ. ഏതെങ്കിലും ഒരു നോഡ് ഫെയിലായി എന്ന് വിചാരിച്ച് അതിനകത്ത് ഉള്ള നെറ്റ്വർക്ക് ഒരിക്കലും ഫെയിലാവില്ല. ദെൻ സെക്കൻഡ് വൺ മോർ റിലയബിൾ. നമുക്കിത് കൂടുതൽ വിശ്വാസയോഗ്യമാണ്. അതായത് ഏതെങ്കിലും ഒരെണ്ണം ഫെയിലായി പോയാലും നമുക്ക് നെറ്റ്വർക്ക് അവിടെ ഉണ്ടാവും. ദെൻ ഏതെങ്കിലും ഒരു ഡിവൈസ്, നമ്മൾ ആദ്യം പറഞ്ഞു ബസ് അല്ലെങ്കിൽ ടെർമിനേറ്റർ അല്ലെങ്കിൽ സെർവർ ഹബ്ബ് സ്വിച്ച് സ്റ്റാർ റിങ്ങിനകത്ത് നമ്മൾ ഏതെങ്കിലും നോഡ് ഫെയിലിയർ ആയി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏതെങ്കിലും ഒരു നോഡോ അല്ലെങ്കിൽ ഒരു കേബിളോ ഫെയിലായി എന്ന് വിചാരിച്ച് അതിൻ്റെ നെറ്റ്വർക്ക് ഒരിക്കലും ഫെയിലാവില്ല. ദെൻ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെരി എക്സ്പെൻസീവ്. അതായത് ഓരോ നോഡിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ നോഡിലോട്ടും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും കേബിൾസ് ആവശ്യമാണ്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് കൂടും. അപ്പോൾ അത് എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, വെരി കോംപ്ലെക്സ് ആൻഡ് ഡിഫിക്കൽട്ട് ടു മാനേജ്. അതായത് ഇതിനകത്ത് കുറേ കണക്ഷൻസ് വരുന്നുണ്ട്. ഓരോ നോഡിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ നോഡിലോട്ടും കണക്ഷൻസ് വരുന്ന കാരണം ഇത് ഭയങ്കര കോംപ്ലെക്സ് ആയിരിക്കും. അത് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെരി എക്സ്പെൻസീവ് ആൻഡ് വെരി കോംപ്ലെക്സ് ആൻഡ് ഡിഫിക്കൽട്ട് ടു മാനേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ടോപ്പോളജീസ് ആണ് പഠിച്ചത്. ഇതൊക്കെയായിരുന്നു ബസ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി ആൻഡ് മെഷ് ടോപ്പോളജി. അപ്പോൾ ഇതിൻ്റെയും ബ്ലോക്ക് ഡയഗ്രം ശരിക്കും പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ 4 പേരും നന്നായിട്ട് അറിയാമായിരിക്കണം. അതേപോലെ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രവും അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ എന്തായാലും ബ്ലോക്ക് ഡയഗ്രം ഒക്കെ എന്തായാലും അറിയാമായിരിക്കണം. അപ്പോൾ അത് ശരിക്കും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ടോപ്പോളജിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ദെൻ അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ലോജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് നെറ്റ്വർക്ക്സ്. ഒരു നെറ്റ്വർക്കിൻ്റെ ലോജിക്കൽ ക്ലാസിഫിക്കേഷൻ. എന്താണ് ലോജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ബേസ്ഡ് ഓൺ ദ റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ നെറ്റ്വർക്ക് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ്. അതായത് ഒരു നെറ്റ്വർക്കിനകത്ത് ഉള്ള കമ്പ്യൂട്ടേഴ്സിൻ്റെ റോള് ചില നെറ്റ്വർക്കിനകത്ത് എല്ലാ കമ്പ്യൂട്ടറിനും സെയിം പ്രയോറിറ്റി ആയിരിക്കില്ല, അല്ലെങ്കിൽ സെയിം സ്റ്റാറ്റസ് ആയിരിക്കില്ല. ചിലതിന് ഇച്ചിരി പ്രയോറിറ്റി കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ലെവൽ കുറച്ച് കൂടുതലുണ്ടാവും, ചിലതിന് കുറച്ചുണ്ടാവും. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിനകത്തുള്ള കമ്പ്യൂട്ടേഴ്സിൻ്റെ റോളിനെ ബേസ് ചെയ്ത് നെറ്റ്വർക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തേക്കുന്നു. അതിൽ ഫസ്റ്റ് വൺ പിയർ ടു പിയർ നെറ്റ്വർക്ക്, സെക്കൻഡ് വൺ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ റോളിനെ ബേസ് ചെയ്ത് നെറ്റ്വർക്ക്സ് 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പിയർ ടു പിയർ നെറ്റ്വർക്ക് ആൻഡ് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്. അതിൽ ഫസ്റ്റ് വൺ പിയർ ടു പിയർ നെറ്റ്വർക്ക്.
In peer-to-peer network, all computers are considered equal. അതായത് പിയർ ടു പിയർ നെറ്റ്വർക്കിനകത്ത് എത്ര കമ്പ്യൂട്ടേഴ്സ് ഉണ്ടോ, എത്ര നോഡ്സ് ഉണ്ടോ, എല്ലാ കമ്പ്യൂട്ടേഴ്സും സെയിം അല്ലെങ്കിൽ ഈക്വൽ വാല്യൂ ആണുള്ളത്, സെയിം ലെവലാണുള്ളത്. അപ്പോൾ ഒരെണ്ണം ക്ലയൻ്റ് ആണെങ്കിൽ അടുത്ത സെർവർ, ചില സമയത്ത് അടുത്ത സെർവർ ആണെങ്കിൽ ആദ്യത്തേത് ക്ലയൻറ്റ്, അങ്ങനെ സെയിം അല്ലെങ്കിൽ ഈക്വൽ പ്രയോറിറ്റി ഉള്ള അല്ലെങ്കിൽ ഈക്വലായിട്ട് കൺസിഡർ ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ഉള്ള നെറ്റ്വർക്കാണ് പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് പറയുക. ഇറ്റ് ഹാസ് നോ ഡെഡിക്കേറ്റഡ് സെർവർ. ഇങ്ങനെയുള്ള നെറ്റ്വർക്കിൽ ഒരു ഡെഡിക്കേറ്റഡ് സെർവർ ഉണ്ടാവില്ല. അതായത് ഒരു കമ്പ്യൂട്ടർ സെർവറായിട്ടിരുന്ന് ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സ് ക്ലയൻ്റ് ആയിട്ടിരിക്കുന്നു, അങ്ങനെ ഒരു സ്റ്റേജ് ഒരിക്കലും ഉണ്ടാവില്ല. എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ഈക്വൽ സ്റ്റാറ്റസ് ആണ് അല്ലെങ്കിൽ ഈക്വൽ ലെവലാണ്. ദെൻ ദിസ് നെറ്റ്വർക്ക് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹോം നെറ്റ്വർക്ക് ഓർ സ്മോൾ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓർ ഷോപ്സ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള നെറ്റ്വർക്ക്, നമ്മുടെ വീട്ടിൽ നമുക്കറിയാം, ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോഡം വെച്ചിട്ടുണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള കുറേ നോട്ട്സുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ പിയർ ടു പിയർ നെറ്റ്വർക്കാണ്. അവിടെ കണക്ട് ചെയ്തേക്കുന്ന എല്ലാ നോഡുകൾക്കും സെയിം പ്രയോറിറ്റിയാണുള്ളത്. അതേപോലെ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾ, അതേപോലെ ചെറിയ ഷോപ്പുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പിയർ ടു പിയർ നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്. ഇൻ ഇറ്റ് there is one high level computer called server. അതായത് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കമ്പ്യൂട്ടറിനെ നമ്മൾ ഒരു ഹൈ ലെവൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അതിനെ നമ്മൾ സെർവർ എന്ന് പറയും. നമുക്ക് തരുന്ന ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സിന് സർവീസ് ചെയ്തു കൊടുക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ ഉണ്ടാവും, അതിനാണ് നമ്മൾ സെർവർ എന്ന് പറയുക. ഓൾ അതർ നോഡ്സ് ആർ കൺസിഡേർഡ് ആസ് ക്ലയൻറ്റ്. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ മാത്രം സെർവർ ആയിട്ടിരിക്കും, ബാക്കിയുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും ക്ലയൻറ്റ്സ് എന്നാണ് അറിയപ്പെടുക. ദ സെർവേഴ്സ് പ്രൊവൈഡ് സർവീസ് ടു ക്ലയൻറ്റ്സ് അക്കോർഡിംഗ് ടു ദെയർ റിക്വസ്റ്റ്. അപ്പോൾ സെർവറുകൾ ക്ലയൻറ്റിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് അനുസരിച്ച് അവർക്കുള്ള സർവീസ് സെർവർ ക്ലയൻറ്റ്സിന് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഇന്നൊരു ഫയൽ വേണം അല്ലെങ്കിൽ ഇന്നൊരു പേജ്, ഇന്നൊരു വർക്ക് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് സെർവറിന് ഒരു റിക്വസ്റ്റ് അയക്കും, അല്ലെങ്കിൽ സെർവർ കമ്പ്യൂട്ടറിന് ഒരു റിക്വസ്റ്റ് അയക്കും. ആ റിക്വസ്റ്റ് അനുസരിച്ച് സെർവർ കമ്പ്യൂട്ടർ ക്ലയൻറ്റിന് ആ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു കമ്പ്യൂട്ടർ സെർവറായിട്ടിരുന്ന് ബാക്കിയുള്ള എല്ലാ കമ്പ്യൂട്ടറുകളും ക്ലയൻ്റ് ആയിട്ട് വരും. അങ്ങനെയുള്ള നെറ്റ്വർക്കുകളെയാണ് എന്ത് പറയുക? ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്, പിയർ ടു പിയർ നെറ്റ്വർക്ക് ആൻഡ് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടേഴ്സിൻ്റെ റോളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വന്നേക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെർവേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് ഉണ്ട്, ക്ലയൻറ്റ്സ് ആയിട്ടും സെർവറായിട്ടും യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള നെറ്റ്വർക്കുകളുണ്ട്. അപ്പോൾ ഈ സെർവർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് സെർവേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെർവറുകളുണ്ട്. അപ്പോൾ അതിൽ 4 ടൈപ്പ് സെർവറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫയൽ സെർവർ, വെബ് സെർവർ, പ്രിന്റ് സെർവർ ആൻഡ് ഡാറ്റാബേസ് സെർവർ. 4 ടൈപ്പ് സെർവറുകളെ കുറിച്ചാണ് പഠിക്കുക. ഏതൊക്കെയാണ് ഒന്നോട് പറഞ്ഞു നോക്കി. ഫയൽ സെർവർ, വെബ് സെർവർ, ദെൻ പ്രിന്റ് സെർവർ, ദെൻ ഡാറ്റാബേസ് സെർവർ. ഓക്കെ, അപ്പോൾ 4 ടൈപ്പ് സെർവേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് പറയുന്നത് ഫയൽ സെർവർ. എ കമ്പ്യൂട്ടർ ദാറ്റ് സ്റ്റോർസ് ആൻഡ് മാനേജസ് ഫയൽസ് ഫോർ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഓൺ ദ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഡിഫറെൻറ്റ് യൂസേഴ്സിന് വേണ്ടിയിട്ട് ഫയലുകൾ സ്റ്റോർ ചെയ്യുകയും അത് മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും. ഫയലുകൾ സ്റ്റോർ ചെയ്യാനും അത് മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ, അതിനാണ് നമ്മൾ പറയുക ഫയൽ സെർവർ എന്ന് പറയുക. അതായത് ആ ഒരു നെറ്റ്വർക്കിനകത്തുള്ള ബാക്കിയുള്ള ക്ലയൻസിന് വേണ്ടിയിട്ട്, ബാക്കിയുള്ള യൂസേഴ്സിന് വേണ്ടിയിട്ട് ഫയലുകൾ സ്റ്റോർ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സെർവറുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഫയൽ സെർവർ എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് വെബ് സെർവർ. എ കമ്പ്യൂട്ടർ ഡെഡിക്കേറ്റഡ് ടു റെസ്പോണ്ട് ടു റിക്വസ്റ്റ് ഫോർ വെബ് പേജസ്. നമ്മൾക്കറിയാം നമ്മളുടെ
നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ഒത്തിരി വെബ്സൈറ്റുകൾ നമ്മൾ ബ്രൗസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി വെബ്സൈറ്റുകളിൽ നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു വെബ്സൈറ്റ് നമ്മൾ ഇപ്പോൾ നമ്മൾ www.google.com എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗൂഗിളിൻ്റെ ഒരു പേജ് നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഓപ്പൺ ആയിട്ട് വരും. ആക്ച്വലി ആ ഗൂഗിളിൻ്റെ ആ പേജ് നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ അല്ല സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് വേറെ എവിടെയോ ഇരിക്കുന്ന വേറൊരു കമ്പ്യൂട്ടറിലാണ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ബ്രൗസർ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ മോസില്ല ഫയർഫോക്സ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ അങ്ങനെയുള്ള ഏതെങ്കിലും ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബ്രൗസർ യൂസ് ചെയ്ത് ഒരു വെബ് പേജിൻ്റെ റിക്വസ്റ്റ് നമ്മൾ സെർവറിലോട്ട് അയക്കുമ്പോൾ ആ ഒരു റിക്വസ്റ്റിന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സെർവർ ഉണ്ടാവും. അതായത് ആ ഒരു ഫയല് അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ്, ആ ഒരു വെബ് പേജ് സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സെർവർ ഉണ്ടാവും. ആ സെർവറാണ് നമ്മൾ അയക്കുന്ന റിക്വസ്റ്റിന് റെസ്പോണ്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൻ്റെ പേജ് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ആ ഗൂഗിളിൻ്റെ സെർവറാണ് നമ്മൾക്കത് നമ്മളുടെ കമ്പ്യൂട്ടറിലോട്ട് സെൻഡ് ചെയ്ത് തരിക. അതിന് വേണ്ടിയിട്ടുള്ള സെർവറിനെയാണ് വെബ് സെർവർ എന്ന് പറയുക. അതായത് വെബ് പേജുകൾ, വെബ്സൈറ്റുകൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന കമ്പ്യൂട്ടറിനെയാണ് എന്ത് പറയുക? വെബ് സെർവർ എന്ന് പറയുക. അപ്പോൾ എ കമ്പ്യൂട്ടർ ഡെഡിക്കേറ്റഡ് ടു റെസ്പോണ്ട് ടു റിക്വസ്റ്റ് ഫോർ വെബ് പേജസ്. വെബ് പേജസിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റുകൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന, അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വെച്ചേക്കുന്ന കമ്പ്യൂട്ടറിനെയാണ് വെബ് സെർവർ എന്ന് പറയുക. Then third one, print server. Redirects print jobs from clients to specific printers. അതായത് ഒരു നെറ്റ്വർക്കിനകത്ത് ഒരു 10 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. 10 കമ്പ്യൂട്ടേഴ്സിനും സെപ്പറേറ്റ് അവിടെ ഇപ്പോൾ ഓരോ കമ്പ്യൂട്ടറിലും നമുക്ക് പ്രിൻ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ 10 പ്രിൻ്ററിൻ്റെ ആവശ്യമില്ല. ആ നെറ്റ്വർക്കിലോട്ട് ഒരൊറ്റ പ്രിൻ്റർ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ പ്രിൻ്റർ യൂസ് ചെയ്തിട്ട് ആ നെറ്റ്വർക്കിലുള്ള ഏത് നോഡിന് വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടറിന് വേണമെങ്കിലും പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രിൻ്റ് ജോബ്സ് എല്ലാം റീഡയറക്റ്റ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനെ ആണെങ്കിൽ ആ ഒരു പ്രിൻറ്റേഴ്സിനെയാണ് എന്ത് പറയുക? പ്രിൻ്റ് സെർവർ എന്ന് പറയുക. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ പ്രിൻറ്റിംഗ് ജോബ്സും ഈ പ്രിൻ്റ് സെർവറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രിൻ്റ് സെർവർ എന്ന് പറയുക. ദെൻ fourth one, database server. It allows clients to view, modify and delete data in a common database. ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡേറ്റാബേസിൽ നിന്ന്, ഡേറ്റാബേസ് മീൻസ് ഇപ്പോൾ ഫേമിൻ്റെ ഒരു ഡേറ്റാബേസ് അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ ഡേറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ കംപ്ലീറ്റ് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു കമ്പ്യൂട്ടർ, അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സ്ഥലം, അതിനാണ് നമ്മൾ ഡേറ്റാബേസ് എന്ന് പറയുക. അപ്പോൾ ആ ഡേറ്റാബേസ് സെർവർ അല്ലെങ്കിൽ ആ ഡേറ്റാബേസ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു കമ്പ്യൂട്ടറിനെയാണ് ഡേറ്റാബേസ് സെർവർ എന്ന് പറയുക. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് അലൗസ് ക്ലയൻസ് ടു വ്യൂ, മോഡിഫൈ ആൻഡ് ഡിലീറ്റ് ഡാറ്റ ഇൻ എ കോമൺ ഡേറ്റാബേസ്. കോമൺ ഡേറ്റാബേസിലുള്ള ഡാറ്റ നമുക്ക് കാണാം, വ്യൂ ചെയ്യാം, മോഡിഫൈ ചെയ്യാം. അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് വരുത്തുമോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തണോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതിൻ്റെ ഡിലീറ്റ് ചെയ്യാം, അതിനകത്തുള്ള ഡാറ്റ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ക്ലയൻസിന് അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഡേറ്റാബേസിലെ ഡാറ്റ കാണാനും അത് മോഡിഫൈ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് ഏത്? ഡേറ്റാബേസ് സെർവർ എന്ന് പറയുക. അപ്പോൾ 4 ടൈപ്പ് സെർവേഴ്സാണ് ഉള്ളത്: ഫയൽ സെർവർ, വെബ് സെർവർ, പ്രിൻ്റ് സെർവർ ആൻഡ് ഡേറ്റാബേസ് സെർവർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാർട്ടിനകത്ത് പഠിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ടോപ്പോളജീസ് പറഞ്ഞു, അതേപോലെ തന്നെ ലോജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് നെറ്റ്വർക്ക്സ് പറഞ്ഞു, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് സെർവേഴ്സ് പറഞ്ഞു. ഈ 3 കാര്യങ്ങളാണ് ഈ പാർട്ടിനകത്ത് നമ്മൾ പഠിച്ചത്. വീണ്ടും കണ്ട് ശരിക്കും മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു.